നമസ്കാരം. N4 ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ MG റോഡിൽ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ച സ്കൂട്ടറിൽ ബസ്സിടിച്ച യുവാവിന് ദാരുണാന്ത്യം. പ്രശ്നങ്ങളും കഷ്ടതകളും അറബി ജ്യോതിഷം വഴി മാറ്റിത്തരാമെന്ന് പറഞ്ഞ് സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ചയാൾ പിടിയിൽ. ലോട്ടറി വിൽപ്പനക്കാരനായ വയോധികനെ കബളിപ്പിച്ച് പണവും ലോട്ടറി ടിക്കറ്റും കവർന്നു. ട്രോളിംഗ് നിരോധന കാലത്ത് നിയമവിരുദ്ധമായി മത്സ്യബന്ധനം നടത്തിയ ഫൈബർ മത്സ്യബന്ധന വള്ളം ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. ദേശീയപാത നിർമ്മാണം പ്രദേശവാസികൾക്ക് സമ്മാനിക്കുന്ന ദുരിതത്തിന്റെ അടയാളമായി ഒരു ഗോവണി. ചാലക്കുടി മേൽപ്പാലത്തിനടിയിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച പിടികിട്ടാപ്പുള്ളി പൂമ്പാറ്റ സന്തോഷ് പിടിയിലായി. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ MG റോഡിൽ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ച സ്കൂട്ടറിൽ ബസ്സിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. പൂങ്കുന്നം സ്വദേശി 30 വയസ്സുള്ള വിഷ്ണുദത്താണ് മരിച്ചത്. വിഷ്ണുദത്തും അമ്മയും സ്കൂട്ടറിൽ പോകുമ്പോഴായിരുന്നു സംഭവം. പരിക്കേറ്റ അമ്മ പത്മിനിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. രാവിലെ 8 മണിയോടെ തൃശൂർ MG റോഡിലായിരുന്നു അപകടമുണ്ടായത്. റോഡിലുണ്ടായിരുന്ന കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. റോഡിൽ വീണ യുവാവിന്റെ ദേഹത്ത് കൂടി ബസ് കയറിയിറങ്ങി. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ നഗരസഭയിലെ കോൺഗ്രസ് BJP കൌൺസിലർമാരുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധം നടത്തി. MG റോഡിൽ അപകടം നടന്നിടത്ത് കിടന്നാണ് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ സമരം ചെയ്തത്. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു നീക്കി. കുടുംബത്തിലെ പ്രശ്നങ്ങളും കഷ്ടതകളും അറബി ജ്യോതിഷം വഴി മാറ്റിത്തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പ്രതിയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ചയാൾ പിടിയിൽ. കുടുംബത്തിലെ പ്രശ്നങ്ങളും കഷ്ടതകളും മാറ്റുന്നതിന് വേണ്ടി അറബി ജ്യോതിഷം നടത്തുന്ന യൂസഫ് അലിയെ കാണാൻ ചെല്ലാറുള്ള സ്ത്രീയെ കഴിഞ്ഞ ഞായറാഴ്ച കാറളം കിഴുത്താണിയിലുള്ള പ്രതിയുടെ സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് കേസ്. കേസിലെ പ്രതിയായ അറബി ജ്യോതിഷം നടത്തുന്ന ഒറ്റപ്പാലം സ്വദേശി പാലക്കപ്പറമ്പിൽ വീട്ടിൽ യൂസഫ് അലിയെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. യൂസഫ് അലി അറബി ജ്യോതിഷം നടത്തുന്ന സ്ഥാപനത്തിലേക്ക് സ്ത്രീയെ നെഗറ്റീവ് എനർജി ഒഴിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിക്കുകയും സംഭവം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. പഴുവിൽ കുറുമ്പിലാവിലുള്ള പ്രാണിക് ഹീലിംഗും അറബി ജ്യോതിഷവും നടത്തുന്ന സ്ഥാപനത്തിലേക്ക് യക്ഷിബാധയും കൈവിഷവും ഒഴിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് സ്ത്രീയെ വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിക്കുകയും ചികിത്സയ്ക്കാണെന്ന് പറഞ്ഞ് 1,55,000 രൂപയും 8 പവൻ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കുകയും ചെയ്ത കേസിലെയും പ്രതിയാണ് ഇയാൾ. സ്ത്രീകളെ വിളിച്ചു വരുത്തി ചികിത്സയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് എന്തോ ദ്രാവകം പ്രതിയുടെ കയ്യിൽ തിരുമ്മി നെറ്റിയിൽ തിരുമ്മിയും മൂക്കിൽ മണപ്പിച്ചും പാതി മയക്കിയും തളർത്തിക്കിടത്തിയാണ് ഇയാൾ പീഡിപ്പിക്കുന്നത്. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബൈജു ER, സബ് ഇൻസ്പെക്ടർ ബാബു ജോർജ് P, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ സിന്ധു, മിനി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ധനേഷ് CG, ഷൌക്കർ, രാഹുൽ, ഹരിശങ്കർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ലോട്ടറി വിൽപ്പനക്കാരനായ വയോധികനെ കബളിപ്പിച്ച് പണവും ലോട്ടറി ടിക്കറ്റും കവർന്നു. ലോകമലേശ്വരം അറക്കത്താഴം ഐനിക്കപ്പറമ്പിൽ ഷൺമുഖനാണ് കബളിപ്പിക്കപ്പെട്ടത്. ചന്തപുരയിൽ ആക്സിസ് ബാങ്കിന് സമീപമായിരുന്നു സംഭവം. ബൈക്കിലെത്തിയ 3 യുവാക്കൾ ലോട്ടറി ടിക്കറ്റ് വാങ്ങാനെന്ന വ്യാജേന ഷൺമുഖനെ സമീപിക്കുകയായിരുന്നു. 3 ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങിയ ശേഷം 500 രൂപ പണമായി വാങ്ങുകയും പകരം ഗൂഗിൾ പേ വഴി ടിക്കറ്റിന്റെ ഉൾപ്പെടെ പണം അയച്ചതായി പറയുകയും ചെയ്തു. ഷൺമുഖൻ തന്റെ ഫോൺ പരിശോധിക്കുന്നതിനിടയിൽ യുവാക്കൾ ടിക്കറ്റും പണവുമായി കടന്നു കളയുകയായിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
അതൊക്കെ സ്കാൻ ചെയ്തപ്പോൾ ഒച്ച കേട്ട് എൻ്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് ഒച്ച കേട്ടപ്പോൾ പൈസ വന്നില്ല. അത് തന്നെ ഞാൻ മൊബൈലിൽ നോക്കുന്നതിന് മുമ്പ് അവൻ അപ്പുറം കിടന്ന് കണ്ട് പെട്ടെന്ന് ശരിയെന്നും പറഞ്ഞ് പോകും. ഞാൻ മൊബൈൽ എടുക്കുമ്പോൾ പൈസ നിർത്തി അവർ വിടുകയും ചെയ്തു. നേരെ പടിഞ്ഞാട്ട് 500 രൂപയും 5 ടിക്കറ്റ് എഴുന്നേറ്റേക്ക് കൊടുത്തു. ചെറിയ ചക്കനാണ്, ചക്കനെ വെച്ചിട്ടാണ് പറ്റിപ്പോയത്. അല്ലെങ്കിൽ ഇതേവരെ അങ്ങോട്ട് അബദ്ധം പറ്റിയിട്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് നിയമവിരുദ്ധമായി മത്സ്യബന്ധനം നടത്തിയ ഫൈബർ മത്സ്യബന്ധന വള്ളം ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. നിരോധന കാലയളവിൽ പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് സമുദ്രോപരിതല മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ട്. എന്നാൽ ചില വള്ളങ്ങൾ താഴെ നിരോധിത വലകൾ സ്ഥാപിച്ച് കിളിമീൻ, അരണമീൻ ഉൾപ്പെടെ പ്രജനനത്തിന് പാകമായ അടിത്തട്ട് മത്സ്യങ്ങളെ പിടികൂടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന സമാന്തര ഹാർബറുകളിലാണ് അനധികൃതമായി ഇവർ മത്സ്യങ്ങൾ ഇറക്കുന്നത്. ഈ സാഹചര്യത്തിൽ അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം തീരക്കടലിലും ഫിഷ് ലാൻഡിംഗ് അഴിമുഖത്തും ഹാർബറുകളിലും വ്യാപക പരിശോധന നടത്തി വരുന്നതിനിടയിലാണ് തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശി ഡേവിസ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ദീപം എന്ന മത്സ്യബന്ധന വള്ളം പിടിയിലായത്. എന്നാൽ തങ്ങൾ നിയമാനുസൃതമായാണ് മത്സ്യബന്ധനം നടത്തിയതെന്നും അഴീക്കോട് ഒഴികെയുള്ള ഹാർബറുകളിൽ ഇത്തരം മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമില്ലെന്നുമാണ് വള്ളം തൊഴിലാളികളുടെ വാദം. തൃശൂർ FEO മനോജ് CKയുടെ റിപ്പോർട്ടിന്മേൽ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നിയമ നടപടി സ്വീകരിച്ച് പിഴ ചുമത്തും. ദീപം വള്ളത്തിലെ മത്സ്യം ലേലം ചെയ്ത് 1.25 ലക്ഷം രൂപ ട്രഷറിയിൽ അടപ്പിച്ചു. ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ C. സീമ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ VN പ്രശാന്തകുമാർ, VN ഷൈബു എന്നിവരുടെ നേതൃത്വത്തിൽ സീ റെസ്ക്യൂ ഗാർഡ് നിഷാദ്, കൃഷ്ണപ്രസാദ്, ഷിഹാബ്, ഡ്രൈവർ അഷറഫ് പേബസാർ എന്നിവരുൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തിയത്. ഇത് കേൾക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും അറിയാൻ വേണ്ടി പറയുന്നതാണ്. ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടാക്കണം. 2025 വർഷത്തെ ട്രോളിംഗ് ബാൻ ഇപ്പോൾ ജൂൺ 9 മുതൽ ജൂലൈ 31 വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് അടിത്തട്ടിലെ മത്സ്യബന്ധന രീതികളെല്ലാം തന്നെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ആഴക്കടലിൽ നിന്നും അടിത്തട്ടിൽ നിന്ന് കാണപ്പെടുന്ന മത്സ്യങ്ങളായ കിളിമീൻ, അരണമീൻ എന്നിവയെ പിടിക്കുന്നത് നിയമവിരുദ്ധമാണ്. ദേശീയപാത നിർമ്മാണം പ്രദേശവാസികൾക്ക് സമ്മാനിക്കുന്ന ദുരിതത്തിന്റെ അടയാളമാണ് ഈ ഗോവണി. ദേശീയപാതയിൽ ശ്രീനാരായണപുരം പള്ളിനടയിൽ 100 കണക്കിന് ആളുകൾ റോഡ് മുറിച്ചു കടക്കാൻ ഉപയോഗിക്കുന്നത് ഈ മരഗോവണിയാണ്. ദേശീയപാതയുടെ പടിഞ്ഞാറ് കിഴക്ക് പ്രദേശങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നത് ഈ ഗോവണിയാണിപ്പോൾ. ഹയർ സെക്കൻഡറി സ്കൂൾ, പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ആരാധനാലയങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവ പ്രവർത്തിക്കുന്നത് പള്ളിനടയിലെ പടിഞ്ഞാറ് ഭാഗത്താണ്. ഇവിടങ്ങളിൽ വന്നു പോകുന്നവർക്ക് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകണമെങ്കിൽ 1 കിലോമീറ്റർ ദൂരം ചുറ്റിക്കറങ്ങേണ്ടി വരും. ബസ്സുകളെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. ഈ പ്രശ്നം ഒഴിവാക്കുന്നതിനായാണ് നാട്ടുകാർ റോഡിൽ ഗോവണി വെച്ചത്. റോഡ് മുറിച്ചു കടക്കാൻ മാർഗമില്ലാത്ത വിധം വികസനം കടന്നു പോകുമ്പോൾ നാട്ടുകാർ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതത്തിന്റെ നേർക്കാഴ്ചയായി മാറുകയാണ് ഈ ഗോവണി. പുറത്ത് പോകുന്നത് അപ്പുറത്ത് സ്കൂള്, വില്ലേജ് ഓഫീസ്, അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ്, ഒരു വലിയ മസ്ജിദ്, അതുപോലെ തന്നെ ഇപ്പോൾ നാട്ടുകാർ ഇപ്പോൾ ഈ പോണിയമ്മ കൂടി കയറിയാണ് അപ്പുറത്തേക്ക് പോകുന്നത്. പിന്നെ ഈ റോഡ് ഫുള്ള് പണിയുമ്പോഴത്തേനും 1 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് വേണം യൂട്ടി അടിച്ച് കൊടുങ്ങല്ലൂർക്ക് പോകണമെങ്കിൽ സുഖമാണ്. ഗുരുവായൂർക്ക് ആ റൂട്ടിൽ പോകണമെങ്കിൽ അപ്പുറത്തേക്ക് 1 കിലോമീറ്റർ പോയിട്ട് വേണം അങ്ങോട്ട് ബസ് കയറി പോകാൻ. വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം. ചാലക്കുടി മേൽപ്പാലത്തിനടിയിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച പിടികിട്ടാപ്പുള്ളി പൂമ്പാറ്റ സന്തോഷ് പിടിയിലായി. മേൽപ്പാലത്തിനടിയിൽ നിന്നും 2019 2 തവണയായി ബൈക്ക് മോഷണം നടത്തി ഒളിവിലായിരുന്ന നിരവധി കളവ് കേസുകളിലും ക്രിമിനൽ കേസുകളിലും പ്രതിയായ പൂമ്പാറ്റ സന്തോഷ് എന്നറിയപ്പെടുന്ന നടത്തറ അയ്യങ്കുന്ന് സ്വദേശി കദളിക്കാട്ടിൽ വീട്ടിൽ സന്തോഷ് എന്നയാളെയാണ് പുത്തൂരിലെ ഒളി സങ്കേതത്തിൽ നിന്നും പിടികൂടിയത്. പാടുകാട് താമസിച്ചു വന്നിരുന്ന സന്തോഷ് ലഹരി ഉപയോഗ സംഘത്തിന്റെ കൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സ്വഭാവക്കാരനായതിനാൽ ഏറെ കരുതലോടെയാണ് പോലീസ് സംഘം പ്രതിയെ അന്വേഷിച്ച് കണ്ടെത്തിയത്. ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ.
നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 9,070 രൂപ, പവന് 72,560 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ MG റോഡിൽ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ച സ്കൂട്ടറിൽ ബസ്സിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. പ്രശ്നങ്ങളും കഷ്ടതകളും അറബി ജ്യോതിഷം വഴി മാറ്റിത്തരാമെന്ന് പറഞ്ഞ് സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ചയാൾ പിടിയിൽ. ലോട്ടറി വിൽപ്പനക്കാരനായ വയോധികനെ കബളിപ്പിച്ച് പണവും ലോട്ടറി ടിക്കറ്റും കവർന്നു. ട്രോളിംഗ് നിരോധന കാലത്ത് നിയമവിരുദ്ധമായി മത്സ്യബന്ധനം നടത്തിയ ഫൈബർ മത്സ്യബന്ധന വള്ളം ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. ദേശീയപാത നിർമ്മാണം പ്രദേശവാസികൾക്ക് സമ്മാനിക്കുന്ന ദുരിതത്തിന്റെ അടയാളമായി ഒരു ഗോവണി. ചാലക്കുടി മേൽപ്പാലത്തിനടിയിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച പിടികിട്ടാപ്പുള്ളി പൂമ്പാറ്റ സന്തോഷ് പിടിയിലായി. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.